ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ക്ലാസ്സസിൽ ക്ലാസ് എക്സ്പ്രഷൻസ് എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമുക്ക് ക്ലാസ് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു രൂപത്തിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ക്ലാസ്സിനേക്കാൾ വ്യത്യസ്തമായി നമുക്ക് വേറൊരു രൂപത്തിൽ ക്ലാസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ക്ലാസ് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ഇത് ക്ലാസ് എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ക്ലാസിൻ്റെ പേര് കൊടുക്കൽ നിർബന്ധമല്ല. നമുക്ക് പേര് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൊടുക്കാതെയോ നമുക്ക് ഉപയോഗിക്കാം. ഈ ക്ലാസ് എക്സ്പ്രഷനിൽ നമ്മൾ കൊടുക്കുന്ന ക്ലാസിൻ്റെ പേര് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു പുതിയൊരു പ്രൊജക്റ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺനെയിംഡ് ക്ലാസ് എക്സ്പ്രഷൻ ഒന്ന് ചെയ്തു നോക്കാം. അതായത് പ്രത്യേകിച്ച് പേര് കൊടുക്കാതെ ഒരു ക്ലാസ് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ആ ക്ലാസ്സിൻ്റെ പേരെങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു എന്നും നോക്കാം. ആദ്യം തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് എംപ്ലോയി EMP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. = ക്ലാസ്. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൊരു കൺസ്ട്രക്ടർ നമുക്ക് നിർമ്മിക്കാം. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ നിർമ്മിച്ചു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 പാരാമീറ്റർ കൊടുക്കുകയാണ്. ID എന്നുള്ളതും അതേപോലെ നെയിം എന്നുള്ളതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ IDയും അതേപോലെ തന്നെ നെയിമും ഒരേപോലെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ this.id = ID എന്നും അതേപോലെ തന്നെ this.name = name എന്നും നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ക്ലാസ് നെയിം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മളൊരു ലോഗ് ക്രിയേറ്റ് ചെയ്യണം, console.log. എന്നിട്ട് നമുക്ക് EMP, അതായത് നമ്മുടെ ക്ലാസ്സിന്റെ പേര് .name എന്ന് നമ്മളിവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ആ ക്ലാസ്സിന്റെ പേരെന്താണോ അത് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ട പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഇത് സേവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നു. നമ്മളിവിടെ നോഡ് വെച്ചിട്ടാണ് റണ്ണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോഡ് എന്നിട്ടതിന് ശേഷം നമ്മുടെ ഫയലിന്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ പേരെന്താണോ അത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ പേര് EMP എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ പേര് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. ഇതേ രൂപത്തിൽ തന്നെ നമുക്കൊരു റീഡിക്ലെയറിംഗ് ക്ലാസ് എന്നൊരു മെത്തേഡ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇതേ പ്രോഗ്രാം തന്നെ മതി. ഓക്കെ, ഇത്രയും ഭാഗം നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ആദ്യം തന്നെ നമ്മളിവിടെ വന്നൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. മെത്തേഡ് ഇവിടെ ഡീറ്റെയിൽ എന്നുള്ളൊരു മെത്തേഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഡീറ്റെയിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ആ ID എന്നുള്ളതും അതേപോലെ തന്നെ നെയിം എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോഗ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ദിസ് എന്നിട്ടതിന് ശേഷം ID എന്നിട്ട് നമുക്കിവിടെ ഒരു സ്പേസ് വരാൻ വേണ്ടി ഡബിൾ കൊട്ടേഷൻ ഇട്ട് അതിൻ്റെ ഉള്ളിൽ സ്പേസ് കൊടുത്തു. അതിനുശേഷം ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ this.name എന്നും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ E1 എന്ന് ചേർത്ത് കൊടുത്തു. E1 = എന്നിട്ട് ന്യൂ എന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് ഇപ്പോൾ വരുന്നത് EMP ആണ്. EMP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വാല്യൂ ചേർത്ത് കൊടുത്തു, ID ചേർത്തു, അതേപോലെ തന്നെ ഒരു നെയിമും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ താഴെ E2 കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് E2 എന്ന് ചേർത്തു. ഇതിൻ്റെ ഉള്ളിലെ IDയും അതേപോലെ തന്നെ നെയിമും നമ്മൾ ഇവിടെ നിന്ന് മാറ്റി കൊടുത്തു. ഓക്കെ, ഇനി ഇത് നമുക്ക് രണ്ടും പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി E1 അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡീറ്റെയിൽ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ E2
ഡീറ്റെയിൽ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. വീണ്ടും നമ്മൾ ഈ ക്ലാസ്സിനെ ഒന്നുകൂടി നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യാണ്. അപ്പം നമ്മളിവിടെ വന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ക്ലാസ്സിന്റെ പേര് നമ്മൾ നേരത്തെ കൊടുത്ത രൂപത്തിൽ തന്നെ EMP എന്ന് ചേർത്ത് കൊടുത്തു. മുകളിൽ എന്താണോ കൊടുത്തത് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ക്ലാസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നേരത്തെ നമ്മൾ ചെയ്ത അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും നമ്മളിവിടെ വന്നൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ID അതേപോലെ തന്നെ നെയിമും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ രണ്ടും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ദിസ് ഡോട്ട് ID ഈക്വൽ ടു ID എന്നും അതേപോലെ തന്നെ നമ്മൾ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്നും നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഇവിടെ ഒരു വേരിയബിൾ ഒരു മെത്തേഡ് കൂടി ക്രിയേറ്റ് ചെയ്തു. ഡീറ്റെയിൽ എന്നുള്ള പേരിൽ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ പ്രിന്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ വന്ന് ലോഗ് എന്ന് എഴുതിയതിന് ശേഷം നമുക്കിവിടെ വന്ന് ദിസ് ഡോട്ട് ID ഇവിടെ വന്നൊരു സ്പേസ് ഇട്ടു. അതിനുശേഷം ദിസ് ഡോട്ട് നെയിം എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഇവിടെ വേറൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. var ഡോട്ട് E1 ഈക്വൽ ടു ന്യൂ എന്ന് എഴുതിയതിന് ശേഷം EMP ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വന്ന് 103 എന്ന് ചേർത്തു. ഒരു പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ പുതിയൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു. ഇതിന് നമ്മൾ E2 എന്നും എന്നിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അടുത്തത് നമ്മൾ 104 എന്ന് ചേർത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് പുതിയൊരു വാല്യൂ കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ഈ ഓരോന്നിനും നമുക്ക് ഇവിടെ വന്ന് ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഡീറ്റെയിൽ അതേ രൂപത്തിൽ തന്നെ E2 എന്നിട്ടതിന് ശേഷം അടുത്തതും നമ്മളിവിടെ വന്ന് കോൾ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ നോഡ് വെച്ചിട്ടാണ് റണ്ണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ 2 ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ വാല്യൂസും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളൊരു കൺസ്ട്രക്ടറും അതേപോലെ തന്നെ ഒരു മെത്തേഡും ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് ചേർത്തു. അത് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇതേ നെയിമിൽ തന്നെ നമ്മൾ ആ ക്ലാസ്സിനെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ കൊടുത്ത അതേ രൂപത്തിൽ തന്നെ വാല്യൂസ് ഒക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് നമ്മളിവിടെ വന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ 2 ക്ലാസ്സിനുള്ളിൽ, അതായത് ഒരേ നെയിമിൽ വരുന്ന 2 ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ വാല്യൂസും നമുക്ക് ഇതേ രൂപത്തിൽ ഇവിടെ പ്രിന്റ് ചെയ്ത് വരുന്നു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുത്ത ക്ലാസ്സിന്റെ പേര് നമുക്ക് ആക്സസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രോഗ്രാം അടുത്തതായി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പുതിയൊരു ഫയൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ക്ലാസ്സിന്റെ പേര് നമ്മൾ ചേർത്തു, EMP. ഓക്കെ, ഈക്വൽ ടു ക്ലാസ് ഇട്ടതിന് ശേഷം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു EMP. എന്നിട്ട് ക്ലാസ് നെയിം നമ്മളിവിടെ വന്ന് എംപ്ലോയി എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ID അതേപോലെ തന്നെ ഒരു നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഇത് രണ്ടും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ദിസ് ഡോട്ട് ID ഈക്വൽ ടു ID എന്നും അതേ രൂപത്തിൽ തന്നെ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്നും നമ്മളിവിടെ വന്ന് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ ഇവിടെ വന്ന് ലോഗ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് നമ്മളെ ലോഗിന്റെ പേര് EMP ഡോട്ട് അതിനുശേഷം നമ്മളിവിടെ വന്ന് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ പേരെന്താണോ അത് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. നമ്മുടെ ക്ലാസ്സിന്റെ പേര് ഇവിടെ വന്ന് എംപ്ലോയി ആണ്, അത് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ക്ലാസ്സിന്റെ നെയിം നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത് മറ്റൊരു മെത്തേഡിലൂടെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.